ഒരിക്കലും ഒരു ത്രികോണ മത്സരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുള്ള വോട്ട് പിടുത്തത്തിലേക്കോ PV അൻവർ എത്തില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇരു മുന്നണികളും വിലയിരുത്തുന്നത്. പക്ഷേ നിലവിൽ ആ ഇരു മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്ക് തന്നെ അസ്ഥാനത്തായിരിക്കുന്നു എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയമായി അവ ഇരു മുന്നണികൾക്കും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു രീതിയിലേക്കുള്ള ഒരു ചിത്രമായി PV അൻവർ ഇന്നത്തെ റോഡ് ഷോയിലൂടെ തന്നെ കളം പിടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇരു മുന്നണികളും കൂട്ടിയ കണക്കുകളല്ല നിലമ്പൂരിലേത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തമാകുന്ന രീതിയിലേക്ക് തന്നെ അൻവർ ചിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഏത് വിധത്തിൽ എത്രത്തോളം വളരും, അത് ജയത്തിലേക്ക് എത്തുമോ, PV അൻവർ എന്നുള്ള ഒറ്റാൾ പോരാളിയുടെ ജയത്തിലേക്ക് എത്തുമോ എന്നതിലേക്കൊക്കെ തന്നെ കാത്തത്. കാരണം നമ്മുടെ SDPയുടെ സ്ഥാനാർത്ഥി സമീപത്തോട് കടന്നു പോകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. SDPയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ SDPയെ പോലെയുള്ള ഒരു വ്യവസ്ഥാപിതമായി കേരളത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ ശക്തി പ്രകടനം നിലവിൽ ഈ റോഡ് ഷോയിൽ തന്നെ നമുക്ക് അൻവറിന് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ ശക്തി പ്രകടനമായി അൻവറിന്റെ റോഡ് ഷോ ഈ ഘട്ടത്തിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അൻവറിനൊപ്പമുള്ളവർ പറയുന്നത് അൻവറിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലർക്കും പരസ്യ പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്നിട്ട് പോലും ഇത്രയും ആളുകളെ അൻവറിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായുള്ള അൻവറിന്റെ വിജയമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ ചന്തക്കുന്നിലേക്ക് അടുക്കുകയാണ്. മഴയാണ്, നല്ല മഴ പെയ്യുന്ന വേളയിലും ഈ പ്രചാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആവേശമായി നിലമ്പൂരിനെ ഇളക്കി മറിക്കുന്ന ഒരു റോഡ് ഷോ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പഠാനെ കൂടി അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ PV അൻവർ നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് നിലമ്പൂരിലെ ഈ റോഡ് ഷോയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാം. വലതുഭാഗത്ത് ആൾക്കൂട്ടം എത്രത്തോളം ഉണ്ട് എന്നതും വ്യക്തമായി തന്നെ കാണാം. അഷ്കർ അലി കരിപ്പ പുറമെ നിന്ന് ആളെ ഇറക്കിയതാണ് എന്നൊക്കെ ഈ ഒരു റാലിയെ അൻവറിന്റെ കൂറ്റൻ റാലി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ തെറ്റായി പോകും. അൻവറിന്റെ പടുകൂറ്റൻ റാലി എന്നത് തന്നെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്കറിയോ, അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ത്രികോണ മത്സരത്തിൽ പോലും ഉൾപ്പെടില്ല എന്നുള്ളതായിരുന്നു ഇരു മുന്നണികളും പറഞ്ഞിരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് 1 മാസത്തെയോ 2 മാസത്തെയോ ആയുസ് മാത്രമാണ് അൻവറിന്റെ പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഇത്ര വലിയ രീതിയിൽ അണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൻവറിന് ഇത്ര മനോഹരമായിട്ടൊരു റോഡ് ഷോ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അൻവറിന്റെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അൻവറിന്റെ റോഡ് ഷോക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ യൂസഫ് പത്താൻ എന്ന് പറയുന്ന പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറെ കൊണ്ട് തന്നെ ഈ ഒരു റോഡ് ഷോ നടത്താൻ അൻവറിന് സാധിച്ചു എന്നുള്ളതും അൻവറിന്റെ വലിയ വിജയമാണ്. നിങ്ങൾ ഈ റാലിയിൽ 1000 ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അൻവറിന് പിറകെ 10,000 ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, അൻവറിന് പരസ്യമായി ഞാൻ വോട്ട് ചെയ്യുമെന്ന് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ സ്വാധീനമുള്ള ഒരാളായിരിക്കും. ഒന്നുകിൽ കോൺഗ്രസിന്റെ ആളായിരിക്കും, അല്ലെങ്കിൽ LDFന്റെ ആളായിരിക്കും. അങ്ങനെ പരസ്യമായിട്ട് ആ റാലിയിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ തന്റെ നിലനിൽപ്പിനെയോ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമോ എന്ന ഭയം കാരണത്താൽ പലരും ആ റാലിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ആ ഭീഷണിയെയും ആ സ്വപ്നങ്ങളെയും ആ ഒരു പേടിയെയും ഒക്കെ വകവെക്കാതെ ഈ റാലിയിൽ 1000കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അൻവറിന് വരുന്ന വോട്ടുകൾ ഒരുപക്ഷെ നമ്മൾ കണക്ക് കൂട്ടുന്നതിലും അപ്പുറമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അൻവർ കടന്നു വരുന്നത് ഒരുപാട് അവഗണനകളും വേദനകളും സഹിച്ചിട്ടാണ്. നമ്മൾ പറയുന്നത് പോലെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമാണെന്ന് പറയുന്നത് പോലെ വെറും മാസങ്ങളുടെ മാത്രം പിൻബലത്തിലുള്ള പാർട്ടിയുമായി അൻവറിന് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലമ്പൂരിലെ മത്സരം കാത്തിരുന്ന് കാണേണ്ടി വരിക തന്നെ ചെയ്യും. ഇത് ഇരു മുന്നണികൾക്കും നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് നിലനിർത്തുക, അവസാന ഭരണത്തിന്റെ സമയത്ത് ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുക എന്നതാണ് LDFന്റെ ലക്ഷ്യമെങ്കിൽ UDFന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ കേരള
കേരളത്തിൽ ഭരണം അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ്. കേരള ചരിത്രത്തിൽ 2 തവണ ഒരേ സമയം പിണറായി വിജയന്റെ സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ പരാജയം തന്നെയാണ്, അത് സമ്മതിച്ചതുമാണ്. ഇനിയും അവർ പരാജയപ്പെടുകയാണെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമാണ് ഇവിടെ UDFന് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം LDFലും UDFലും തനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും, തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും, ഇവരുടെ ആരുടെയും സഹായമില്ലാതെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വലിയ വെല്ലുവിളി അൻവറും കൂടെ ഉയർത്തുമ്പോൾ നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആവേശം കൊണ്ട് അതിൻ്റെ ഉത്തുംഗതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഇനി വരാൻ ആരും ബാക്കിയില്ല എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യൻ തന്നെ പിണറായി വിജയൻ തന്നെ കളത്തിലിറങ്ങിക്കൊണ്ട് പരസ്യമായി കൊണ്ട് വാക്പോരുകൾ നടത്തിവിട്ടപ്പോ UDFനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി അടക്കം വലിയ നേതാക്കൾ കടന്നു വന്നുകൊണ്ട് UDFന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കടന്നു വന്നുകൊണ്ട് പരസ്യമായി അവർ വോട്ട് ചോദിച്ചതുമാണ്. ആ സമയത്ത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യധാര നേതൃത്വത്തെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയും കൂടെ അൻവർ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അദ്ദേഹത്തിന് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. എല്ലാ നിലക്കും അൻവറിനെ പൂട്ടുകയാണ്. ഒരേ സമയം LDFും UDFും. ഒരുപക്ഷെ അൻവറിനെ പിന്തുണക്കുന്നവർ അവരൊരു പക്ഷേ LDFകാരനോ UDFകാരനോ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരിടത്ത് ഇങ്ങനെ ത്രികോണ മത്സരം വരുമ്പോൾ BJPക്ക് ഒരു സ്ഥാനം പോലും നൽകാതെ, എത്രത്തോളം എന്ന് വെച്ചാൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള SDPIക്ക് പോലും ഒരിടത്ത് സ്ഥാനം പോലും നൽകാതെ അൻവർ അതിശക്തമായി ത്രികോണ മത്സരത്തിന്റെ പരിധിയിലേക്ക് കടന്നു വരുമ്പോൾ മത്സരം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആവേശമാണ് നമുക്ക് ഈ ഒരു മത്സരം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കടന്നു വന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. ഇതൊക്കെ മനോഹരമായി കൊണ്ട് മുന്നോട്ട് പോവാൻ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആവേശം മാത്രം ആയി കണ്ടുകൊണ്ട് പ്രധാനമായ അക്രമങ്ങളിലേക്കോ മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കോ പോകാതെ നല്ല ഒരു മത്സരം തന്നെ നിലമ്പൂരിൽ, നല്ല ഒരു ജനനായകനെ തന്നെ നിലമ്പൂരിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അൻവറിന്റെ കൂറ്റൻ റാലി കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക്സ് ഫോർ വാച്ചിങ്.